ജർമ്മനിൽ einziehen, ausziehen, umziehen എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ich ziehe mich എന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക എന്നും ich ziehe എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റ് ചേഞ്ച് ചെയ്യുക എന്നാണ് അർത്ഥം. anziehen എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടുക, ടു പുട്ട് ഓൺ ക്ലോത്ത്സ്. ausziehen എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഊരുക, ടു ടേക്ക് ഓഫ് ക്ലോത്ത്സ്. umziehen എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടുക. ഇപ്പം ഈ 3 വേർഡുകളും നമുക്ക് റിഫ്ലെക്സീവ് ഉപയോഗിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ich ziehe mich an എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് ഇടുന്നു. അതിപ്പോൾ ഏത് ഡ്രസ്സും ആവാം. ഓക്കെ, ഞാനിപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല ഇപ്പം ഞാൻ ജാക്കറ്റാണ് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ ഷൂ ആണ് ഇടുന്നത് എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട് എനിക്ക് ജസ്റ്റ് ജനറലി ഇങ്ങനെ പറയാം ich ziehe mich an എന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് ഇടുന്നു എന്ന് ജനറൽ ഇടും. ഡ്രസ്സ് എന്നുള്ള വേർഡ് പോലും അവിടെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ജാക്കറ്റാണ് ഞാൻ ഇടുന്നതെങ്കിൽ എനിക്ക് പറയാം ich ziehe meine Jacke an. അപ്പം എനിക്ക് അവിടെ sich anziehen എന്നുള്ള സിഹില്ലേ, ഈ റിഫ്ലെക്സീവ് ഇല്ലേ, അതെനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ ഇനി വീട് മാറുന്നതിനും നമ്മൾ ഈ വേർബുകൾ ഉപയോഗിക്കും. einziehen, ausziehen, പിന്നെ umziehen. ഇതിന് sich എന്നുള്ള വേർഡ് വേണ്ട, മീൻസ് റിഫ്ലെക്സീവ് അല്ല. ഇപ്പം ഞാൻ പറയാണ് ich ziehe ein എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തോട്ട് മൂവ് ഇൻ ചെയ്യുക എന്നാണ്. ausziehen എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ഔട്ട് എന്നും, umziehen എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേഞ്ച് ചെയ്യുന്നതെന്നാണെന്ന് വെച്ചാൽ ഞാൻ ഈ വീടിൽ നിന്ന് ഇറങ്ങി വേറെ വീട്ടിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, ich ziehe nächste Woche എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച എൻ്റെ വീട് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫ്ലാറ്റിൻ്റെ റൂം മാറുന്നു എന്നാണ് അർത്ഥം. പക്ഷെ നേരത്തെ പോലെ ich ziehe mich എന്ന് പറയരുത്. കാരണം ich ziehe mich മീൻസ് റിഫ്ലെക്സീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ziehen വെച്ച് ഇനിയും വേർഡ്സിലുണ്ട്. abziehen, durchziehen, runterziehen, hochziehen. അതിനുള്ള എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.